വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ്. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ 100% തികഞ്ഞവരൊന്നുമല്ലല്ലോ. എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ആറന്മുളയിൽ ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായി, അത് തന്നതിന് നന്ദിയുണ്ട്. ആറന്മുളക്കാരാണ് തരുന്നത്. പക്ഷേ അത് കേവലം ഐക്യജനാധിപത്യ മുന്നണിക്കോ അബിൻ വർക്കിക്കോ മാത്രം തന്ന ഒരു ഭൂരിപക്ഷമൊന്നുമല്ല. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. അപ്പോൾ പഴയ ജനപ്രതിനിധിയിൽ നിന്ന് പുതിയ ജനപ്രതിനിധി വരുമ്പോൾ ജനങ്ങൾ ഒരു മാറ്റമാണ് ആഗ്രഹിച്ചത്. എന്താണ് ആ മാറ്റം വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ അടുത്ത മാറ്റം ആഗ്രഹിക്കും. ആ മാറ്റം ആഗ്രഹിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. 2, ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള കസേരയല്ല. കാരണം ഇത് ജനങ്ങൾക്ക് ഏത് നിമിഷവും ഇത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അത് ഈ ഓരോ ആളുകൾ ജയിക്കുമ്പോഴും ഓരോ ആളുകൾ തോൽക്കുമ്പോഴും അതൊക്കെ പല പ്രമുഖർ ജയിക്കുമ്പോഴും പ്രമുഖർ തോൽക്കുമ്പോഴും അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ഒരു അഹങ്കാരവും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കില്ല. വേറെ ആരുടെ മുമ്പിൽ കാണിച്ചാലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല. ഷിജു ഒരു പൊതുപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ്. ഏത് കേരളത്തിൻ്റെ നിയമസഭയുടെ ഉള്ളിലിരിക്കുക, മഹാരഥന്മാർ ഇരുന്ന കസേരയിലിരിക്കുക, ആ നിയമസഭയുടെ ഉള്ളിൽ നിന്നൊന്ന് പ്രസംഗിക്കുക, ഒരു പ്രമേയം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടി ഒരു കാര്യം പറയുക. ഒരു വലിയ സ്വപ്നമാണത്. അത് ഏതൊരു പൊതുപ്രവർത്തകനും, അതിനിപ്പോൾ ആര് പാർലമെൻ്ററി മോഹമില്ല എന്നൊക്കെ പറഞ്ഞാലും ഏതൊരു പൊതുപ്രവർത്തകൻ്റെ സ്വപ്നമാണ്. അത് കിട്ടുന്നത് ആർക്കാണ്? അത് ഒരു 1,00,000 ആളുകളുണ്ടെങ്കിൽ ആകെ കിട്ടുന്നത് 140 ആളുകൾക്കാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യവും വലിയ ദൈവാനുഗ്രഹവും അത് വലിയ നമ്മുടെ പ്രവർത്തനം. ഇപ്പോൾ നമ്മളെക്കാൾ ഒത്തിരി കഴിവുള്ളവരുണ്ടാവും, നമ്മുടെ പാർട്ടിയിലുണ്ടാവും, നമ്മളെ മുന്നണിയിലുണ്ടാവും, നമ്മളെക്കാൾ ഒരുപാട് യോഗ്യതയുള്ളവരുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളിലേക്ക് വരുന്ന ഒരു ചാൻസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയുടെ ഉള്ളിൽ ഒരവസരം കിട്ടിയാൽ മാക്സിമം ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായി അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഏറ്റവും